17 ദിവസവും പാർലമെന്റിൽ നിന്ന് മുങ്ങിയിട്ടില്ല, ലോക്സഭയിൽ നിന്ന് മുങ്ങിയിട്ടില്ല ആഭ്യന്തരമന്ത്രി. പൊങ്ങിയത് ഈ ഒരു മിനിറ്റ് നേരത്തെ വന്ദേ മാതരത്തിന് കേൾക്കാനായിട്ടാണ്. അത് നടപ്പില്ല. അത് കഴിഞ്ഞിട്ട് ചായ സൽക്കാരത്തിന് ഞങ്ങളെല്ലാം പോകുന്നതാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ആഭ്യന്തരമന്ത്രിയുടെ ചായ സൽക്കാരത്തിന് ഞങ്ങളില്ല. ഭരണപക്ഷത്തിന്റെ കീഴടങ്ങലിന്റെ, ഭയപ്പെട്ടോടുന്നതിന്റെ, ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ പ്രയാസപ്പെടുന്നതിന്റെ, കഴിയാൻ കഴിയാത്ത സാഹചര്യത്തിന്റെ ഏറ്റവും വലിയ വേദിയായിട്ടാണ് ഈ പാർലമെന്റ് സമ്മേളനം മാറിയത്. അത് ലോക്സഭയിലും രാജ്യസഭയിലും എന്നാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ പാർലമെന്റ് സമ്മേളനം സത്യത്തിൽ 19 ദിവസക്കാലത്തെ സമ്മേളനമായിരുന്നു. 19 പ്രവൃത്തി ദിവസങ്ങളായിരുന്നു ഈ പാർലമെന്റ് സമ്മേളനത്തിലുണ്ടായിരുന്നത്. വളരെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള, പ്രക്ഷുബ്ധമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യത്തിലായിരുന്നു ഈ സമ്മേളനം നടന്നത്. ഡൽഹിയിലെ വിദ്യാർത്ഥി പ്രക്ഷോഭം, രാജ്യവ്യാപകമായ വിദ്യാർത്ഥികളുടെ സമരങ്ങൾ, ഡൽഹിയിൽ വിദ്യാർത്ഥികൾക്കെതിരെ നടത്തുന്ന നരനായാട്ട്, പെല്ലറ്റ് ഗൺ അടക്കം ഉപയോഗിച്ചുകൊണ്ട് വിദ്യാർത്ഥികളെ മർദ്ദിച്ച സംഭവം, പ്രൈം മിനിസ്റ്ററുടെ വസതിക്ക് മുമ്പിൽ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെ അറസ്റ്റ് ചെയ്യുന്ന രീതി, ഇതെല്ലാം കണ്ട ഒരു സാഹചര്യത്തിലായിരുന്നു ഈ സമ്മേളനം കാലഘട്ടം എന്ന് പറയുന്നത്. ഞങ്ങൾ ആദ്യം മുതൽ തന്നെ സമ്മേളനത്തിൽ ഉന്നയിച്ച കാര്യങ്ങൾ 3 കാര്യങ്ങളാണ്. ഒന്ന്, വളരെ ക്രൂരമായിട്ട് ഒരു കുട്ടിയുടെ കണ്ണിന് പോലും തകരാറുണ്ടാക്കുന്ന രീതിയിൽ, മറ്റൊരു കുട്ടിക്ക് ഭീകരമായി പരിക്കേക്കുന്ന രീതിയിൽ പെല്ലറ്റ് ഗൺ ഉപയോഗിക്കാൻ നിർദ്ദേശം കൊടുത്തത് ആരാണ്? ഡൽഹിയിലത്തെ ഈ പോലീസ് അതിക്രമങ്ങൾക്ക് നിർദ്ദേശം കൊടുത്തത് ആരാണ്? ആഭ്യന്തരമന്ത്രിയാണോ? ആഭ്യന്തരമന്ത്രിയുടെ കീഴിലാണ് ഡൽഹി പോലീസ്. ആഭ്യന്തരമന്ത്രിയാണോ? അല്ലെങ്കിൽ അത് വേറെ ആരാണ്? ഇത് ആഭ്യന്തരമന്ത്രി സഭയിൽ വന്ന് പറയണം. ഇതാണ് ഞങ്ങൾ ആദ്യം മുതലേ ആവശ്യപ്പെട്ടത്. രണ്ടാമത്, കൃത്യമായിട്ടും അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ സംഭാവന കൊള്ള അത് ചർച്ച ചെയ്യണം. പ്രധാനമന്ത്രി നേരിട്ട് നിശ്ചയിച്ച ഒരു ട്രസ്റ്റാണ് അവിടെ ഭരണം നടത്തുന്നത്. അതുകൊണ്ട് രാജ്യത്തിലെ കോടാനുകോടി ജനങ്ങൾ കാണിക്കായിട്ട പണം ആരാണ് മോഷ്ടിച്ചു കൊണ്ടുപോയത്, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം. ഇത് സത്യത്തിൽ അയോധ്യയിലെ ഒരു സംഭാവന കൊള്ള മാത്രമല്ല, ഓരോരോ വീട്ടിലെയും കൊള്ള കൂടിയാണ്. ഓരോ വീട്ടിൽ നിന്നും സംഭാവനയായിട്ട് അവിടെ ചെന്നിട്ടുണ്ട്. മൂന്നാമത്, പ്രധാനമന്ത്രി മാപ്പ് പറയണം. ഈ 3 കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ആദ്യം മുതൽ അവസാനം വരെ പ്രതിപക്ഷം സമരരംഗത്തേക്ക് വന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട, 20-ാം തീയതി സമ്മേളനം തുടങ്ങിയത്. അന്ന് പ്രക്ഷുബ്ധമായ അന്തരീക്ഷത്തിൽ സഭ പിരിഞ്ഞു. 21 മുതൽ ഇന്ന് പിരിയുന്ന 13 വരെ 18 പ്രവൃത്തി ദിവസങ്ങളുണ്ടായിരുന്നു. ഈ 18 പ്രവൃത്തി ദിവസങ്ങളിൽ 17 എണ്ണത്തിലും അമിത്ഷാ ഹാജരായില്ല. ഞങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങളെ അംഗീകരിക്കാൻ തയ്യാറായില്ല. അവിടെ വരാൻ ധൈര്യമില്ലായിരുന്നു എന്ന് പറയുന്നതാണ് ശരി. പാർലമെന്റിൽ വന്ന് ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ധൈര്യമില്ലായിരുന്നു. ഏറ്റവും വലിയ ധീരശാലിയാന്ന് പറയുന്ന അമിത്ഷാ പാർലമെന്റിൽ നിന്നും ഒളിച്ചോടുന്ന കാഴ്ചയാണ് ഇന്ത്യൻ പാർലമെന്റ് കണ്ടത് കഴിഞ്ഞ 17 ദിവസമായിട്ട്. ഞാൻ അദ്ദേഹം സ്പീക്കർക്ക് ഒരു പ്രേമലേഖനം അയച്ചു കൊടുത്തു. സ്പീക്കർക്ക് അയച്ചു കൊടുത്ത പ്രേമലേഖനത്തിൽ ഞാൻ ചർച്ചയ്ക്ക് തയ്യാറാണ്, അതിനുള്ള സാഹചര്യം ഒരുക്കാൻ പറ്റുമോ എന്ന് പ്രതിപക്ഷത്തോട് ചോദിക്കണം. സ്പീക്കർ എന്നെ വിളിച്ചു ചോദിച്ചു, നിങ്ങളുടെ പരിപാടി എന്താണ്, ഇങ്ങനെ കത്ത് കിട്ടിയിട്ടുണ്ട്. എന്റെ കത്ത് നേരത്തെ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. സ്പീക്കർക്ക് ഞാൻ കത്ത് കൊടുത്തിരുന്നു. അമിത്ഷായെ രാജ്യസഭയിൽ ചെയർമാൻ പറഞ്ഞു, ഗവൺമെന്റ് പ്രതിപക്ഷത്തിന്റെ വികാരം മന്ത്രിയെ അറിയിക്കണം, ആര്, പാർലമെന്ററി മിനിസ്റ്റർ, ആഭ്യന്തരമന്ത്രിയെ അറിയിക്കണം എന്ന് രാജ്യസഭയിൽ ചെയർമാൻ പറഞ്ഞു. അതിന്റെ തുടർച്ചയായിട്ട് ഞാൻ സ്പീക്കർക്ക് കത്ത് കൊടുത്തു. സ്പീക്കർ പറയണം പാർലമെന്ററി അഫയേഴ്സ് മിനിസ്റ്ററോട് അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയോട് സഭയിൽ വന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്ന ഈ ചോദ്യത്തിന് ഉത്തരം തരണം. സിമ്പിളല്ല ചോദ്യം. പെല്ലറ്റ് ഗൺ ഉപയോഗിക്കാൻ നിർദ്ദേശം കൊടുത്ത അമിത്ഷാ ആണെങ്കിൽ അമിത്ഷാ പറയണം ശരി ഞാനാണ് കൊടുത്തത്, അല്ലെങ്കിൽ അല്ല ഇന്നാളാ ചെയ്തതെന്ന് പറയണം. അയാൾ തയ്യാറാവാതെ എന്നിട്ട് എന്ത് ചെയ്തു, അതൊന്നും തയ്യാറാവാതെ മിനിഞ്ഞാന്നൊരു കത്ത് എഴുതിയിട്ട് സ്പീക്കർ കൊടുത്തു. ഞാൻ ചോദിക്കുന്ന ഒറ്റ ചോദ്യമേ ഉള്ളൂ. എല്ലാ ദിവസവും രാജ്നാഥ് സിംഗ് സഭയിലിരിക്കുന്ന നിങ്ങൾ കാണുന്നുണ്ട്. അദ്ദേഹം വളരെ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള മന്ത്രിയല്ലേ. രാജ്നാഥ് സിംഗ് സഭയിൽ വന്ന് ഇരിക്കാനും അദ്ദേഹം ഇടപെടുന്നുണ്ട് ചില കാര്യങ്ങളിൽ. അമിത്ഷായ്ക്ക് വന്ന ഈ കത്ത് കൊടുക്കുന്നതിന് പകരം സ്പീക്കർക്ക്, അദ്ദേഹത്തിന്റെ തന്നെ സ്വന്തം പാർട്ടി നിശ്ചയിച്ച സ്പീക്കർക്ക് കത്ത് കൊടുക്കുന്നതിന് പകരം അദ്ദേഹത്തിന് സഭയിൽ വന്നിരുന്ന് പറഞ്ഞുകൂടെ, ഇതാ ഞാൻ തയ്യാറാണ് ചർച്ചയ്ക്ക്, നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയാൻ ഞാൻ തയ്യാറാണ്, നിങ്ങൾ കേൾക്കാൻ തയ്യാറുണ്ടോ?
ധൈര്യം ഉണ്ടെങ്കിൽ അതല്ലേ പറയേണ്ടത്. നിർഭയനാണെങ്കിൽ അതല്ലേ പറയേണ്ടത്. അതിന് പകരം വളഞ്ഞ വഴിയിലൂടെ സ്പീക്കർക്ക് കത്തെഴുതി കൊടുത്തിട്ട് തടി തപ്പുകയല്ലായിരുന്നോ അമിത്ഷാ ചെയ്തത്? എന്നിട്ട് ഇന്ന് എന്താ സംഭവിച്ചത്? ഇന്ന് സഭ പിരിയുന്ന ദിവസമാണ്. സാധാരണ പിരിയുന്ന ദിവസം സ്പീക്കറുടെ റെഫറൻസ് മറ്റെന്തെങ്കിലും ലേ ഉണ്ടെങ്കിൽ, പേപ്പർ ലേ ഉണ്ടെങ്കിൽ അതും ചെയ്യും. സ്പീക്കറുടെ റെഫറൻസ്, അത് കഴിഞ്ഞ് വന്ദേ മാതരം. പക്ഷേ ഞങ്ങൾ ആ കാര്യത്തിൽ തീരുമാനമെടുത്തിരുന്നു. ഈ വന്ദേ മാതരത്തിന് വേണ്ടി മാത്രം ഇന്ന് അമിത്ഷാ അവിടെ വന്നിരിക്കുകയാണ്. 17 ദിവസവും മുങ്ങിയ ആഭ്യന്തരമന്ത്രി പൊങ്ങിയത് ഇപ്പോഴാണ്. 1 മിനിറ്റ് നേരത്തെ വന്ദേ മാതരത്തിന്. 17 ദിവസവും പാർലമെന്റിൽ നിന്ന് മുങ്ങിയിട്ടില്ല, ലോക്സഭയിൽ നിന്ന് മുങ്ങിയിട്ടില്ല ആഭ്യന്തരമന്ത്രി പൊങ്ങിയത് ഈ ഒരു മിനിറ്റ് നേരത്തെ വന്ദേ മാതരത്തിന് കേൾക്കാനായിട്ടാണ്. അത് നടപ്പില്ല. അത് കഴിഞ്ഞിട്ട് ചായ സൽക്കാരത്തിന് ഞങ്ങളെല്ലാം പോകുന്നതാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ആഭ്യന്തരമന്ത്രിയുടെ ചായ സൽക്കാരത്തിന് ഞങ്ങളില്ല. സഭയെ അവഹേളിച്ച, ഈ രാജ്യത്തെ അവഹേളിച്ച, ഈ രാജ്യത്തെ കുട്ടികളെ വെടിവെക്കാൻ ഓർഡർ കൊടുക്കുന്നതിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട ആഭ്യന്തരമന്ത്രി, സഭയിൽ നിന്ന് ഒളിച്ചോടിപ്പോയ ആഭ്യന്തരമന്ത്രി ഇരിക്കുന്ന ചായ സൽക്കാരത്തിൽ അങ്ങനെ ഇരുന്നിട്ട് പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയായിരുന്നു നമ്മൾ ചെയ്തത്. ഇതാണ് ഇന്ന് സംഭവിച്ചത്. സത്യത്തിൽ ഈ സഭയിൽ നടന്നത് ജനങ്ങളുടെ വികാരം ഉണ്ടായിരുന്നു. ഈ രാജ്യത്ത് വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ ഏറ്റവും കടുത്ത അന്തരീക്ഷം ഉണ്ടായിരുന്നു. അവിടെ മുട്ടുമടക്കി ധർമ്മേന്ദ്ര പ്രധാനെ രാജി കണ്ടതാണ് ഈ സഭ. വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ മുമ്പിൽ, പ്രതിപക്ഷ ആവശ്യങ്ങൾക്ക് മുമ്പിൽ മുട്ടുമടക്കി ധർമ്മേന്ദ്ര പ്രധാനെ രാജിവെപ്പിച്ച പ്രധാനമന്ത്രി, അതുപോലെ കേന്ദ്ര ഗവൺമെന്റ് കീഴടങ്ങിയിട്ട് അവർ ജനങ്ങളുടെ മുമ്പിൽ തീർത്തും എക്സ്പോസ് ചെയ്യപ്പെടുന്ന കാഴ്ചയാണ് ഈ പാർലമെന്റ് സമ്മേളനം മുഴുവൻ കണ്ടത്. ഭരണപക്ഷത്തിന്റെ കീഴടങ്ങലിന്റെ, ഭയപ്പെട്ടോടുന്നതിന്റെ, ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ പ്രയാസപ്പെടുന്നതിന്റെ, കഴിയാൻ കഴിയാത്ത സാഹചര്യത്തിന്റെ ഏറ്റവും വലിയ വേദിയായിട്ടാണ് ഈ പാർലമെന്റ് സമ്മേളനം മാറിയത്. അത് ലോക്സഭയിലും രാജ്യസഭയിലും എന്നാണ് പറയാൻ ആഗ്രഹിക്കുന്നത്.